വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ പവർ ഡയറക്ടറിന്റെ കുറച്ച് ടൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ പവർ ഡയറക്ടറിന്റെ ഒരു ചെറിയൊരു ഇൻട്രോയാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ ഡയറക്ടറിന്റെ ക്രോമ കീ, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം, എല്ലാവരും FCP അല്ലെങ്കിൽ അഡോബ് പ്രീമിയർ അല്ലെ അഡോബിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകിലാണ് നിങ്ങൾ എല്ലാവരും ഓടുന്നത്. ഒരു കാര്യം ചിന്തിക്കുക, പവർ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമൊന്നുമല്ല, എങ്കിലും ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പവർ ഡയറക്ടറാണ്. പോരാത്തതിന് സാധാരണക്കാരുടെ ലാപ്ടോപ്പിലും മൊബൈലിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് പവർ ഡയറക്ടർ പയ്യെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം പഴയ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ക്രീൻ ഇവിടെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ 360 വീഡിയോ വരെ ക്രിയേറ്റ് ചെയ്യാവുന്നൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പവർ ഡയറക്ടർ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. അത് ഫുൾ മോഡിൽ തന്നെ ഓപ്പൺ ആക്കണം. അത് ഓപ്പണായി വരുന്നതിനൊരു ശകലം താമസമുണ്ട്. അപ്പം അത് ഓപ്പണായി വന്നു. ഇനി അതിൻ്റെ തമ്പനെയിൽസൊക്കെ ലോഡ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ക്രോമ കീ ആണ്. അപ്പോൾ ക്രോമ കീയുടെ ഉപയോഗവും അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇറൈസ് ചെയ്യാം, അതായത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമ്മൾ ഇറൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഗ്രീൻ സ്ക്രീനിങ്ങിന് പറ്റിയ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഇവിടെ സ്റ്റോറി ബോർഡിലേക്ക് ഞാൻ ആഡ് ചെയ്തു. മീഡിയ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നതാണ് ഈ സ്റ്റോറി ബോർഡ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഇനി അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനായിട്ട് ഒരു അൾട്രാ HD പിക്ചർ കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൂഗിളിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ അതിന് വേറെ സോഫ്റ്റ്വെയറുകളൊന്നും ആഡ് ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കതിനെ നമ്മുടെ ഫസ്റ്റ് റോളിലേക്ക് എടുത്തിടാം. ഇതാണ് ആദ്യമേ കാണേണ്ടത്. ഇനി സെക്കൻഡ് റോളിലേക്കാണ് നമ്മൾ വീഡിയോ ഇടേണ്ടത്. അത് കണ്ടോ, സെക്കൻഡ് റോൾ. ഇതിനെ ഓരോന്നിനും റോളായിട്ടാണ് പറയുന്നത്. കാരണം ലെയറുകൾ ഫ്രണ്ടിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് എറൈസ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ കാണാനാകത്തുള്ളൂ. ഇനി നമുക്ക് ക്രോമ കീ എടുക്കാം. ക്രോമ കീ എടുക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ റെൻഡറിങ് ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞുകൊണ്ടാണ് ഈ റെൻഡറിങ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നടക്കുന്നത്. പിന്നെ പോരാത്തതിന് നമ്മുടെ പ്രിവ്യൂ എന്ന് പറയുന്നത് 8K റെസൊല്യൂഷനിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് ഓപ്ഷനുണ്ട്. എഡിറ്റ് ഓപ്ഷൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം മോഡിഫൈ എന്ന് പറഞ്ഞിട്ട്. അതിനിപ്പം ഷോർട്ട് കീ ആയിട്ട് നമുക്ക് F2 അടിച്ചാലും മതി. ഇതിനകത്ത് ധാരാളം ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ടൂളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത ദിവസം അടുത്ത ടൂളിലേക്ക് നമുക്ക് കിടക്കാം. കാരണം എല്ലാം കൂടെ ഒറ്റ ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഓർമ്മ നിൽക്കത്തില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു പാനൽ ഇങ്ങനെ ഓണായിട്ട് വരും. അതിനകത്ത് നമ്മൾ ക്രോമ കീ ജസ്റ്റ് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത ശേഷം കണ്ടില്ലേ, ഈ ഒരു ഫില്ലറിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ കളറ് ഈ ഒരു കളർ സർക്കിളിലോട്ട് വന്നിട്ട് അതങ്ങോട്ട് എറൈസ് ആകത്തുള്ളൂ. നമുക്ക് ആ ടൂളങ്ങ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. സോ ആ കളർ അങ്ങ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 3 തവണയെ ക്രോമ കീ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം കളറ് 1 അല്ല 2 തവണയിൽ പോയി കിട്ടണം. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി ക്രോമ കീ വേണ്ടതുകൊണ്ട് ആഡ് ന്യൂ കീ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക്
വീണ്ടും നേരത്തെ പോലെ ആ ഫില്ലറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് നമുക്ക് പോകേണ്ടി ഇവിടെ നിന്നാണ്. അപ്പം ബാക്കിയുള്ള അത്രയും ഭാഗം പോയി. ഇനി ഒരു തവണ കൂടെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ മാക്സിമം കളറ് നമ്മളിപ്പോൾ കളർ ചെയ്യാം. വീണ്ടും ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്മൂത്തൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനുമാണ് നമ്മൾ പറഞ്ഞ പോലത്തെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ് ഈ ബാക്കിൽ കാണുന്നത്. നമ്മൾ തെറ്റില്ലേ ബ്രാഞ്ചിൻ്റെ അൾട്രാ എച്ച് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിക്ചറാണ് ഇനി കാണുന്നത്. ഇനി ഓരോ ഓപ്ഷൻ കൂടെ വന്നിരുന്നെങ്കിൽ നമുക്കതൊന്നും കൂടി ചെയ്യാമായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഇവിടെ ആഡ് ഓപ്ഷൻ കഴിഞ്ഞു. ഇപ്പം നമുക്കത് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മളപ്പുറത്ത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനാണ് നേരെ അത് മെയിൻ സ്ക്രീനിലേക്ക് വരുന്നത്, നമ്മുടെ മെയിൻ പ്രിവ്യൂ സ്ക്രീനിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കട്ട് ചെയ്യാനായിട്ടുണ്ട്. അതിന് സ്മൂത്ത് ചെയ്യുമ്പോഴേ മാറുള്ളൂ. അതിൻ്റെ വേറൊരു ടൂളാണ്, അതിപ്പോൾ അടുത്ത പ്രാവശ്യം പറയും. ഇനിയിപ്പോൾ നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതാക്കണം. കാരണം ഇതൊരു ബ്രാഞ്ചിൽ നമുക്ക് ഇരിക്കണ പോലെ വെക്കാവുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഈ റെൻഡറിങ് ഇങ്ങനെ നടക്കണ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഈ ടൂളൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. സാധാരണ ഇത്രയും സ്ലോ വരാറില്ല. അതാണ് ഇതിലെ പ്രശ്നം. ഓക്കെ, ഇപ്പോൾ അത് ചെറുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രാഞ്ചിന് ഒക്കുന്ന രീതിയിൽ നമുക്കൊന്ന് അതിന് നല്ല രീതിയിൽ സീറ്റ് ചെയ്യാം. ആ ബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു സൈസായിട്ടുണ്ട്. മീൻസ് ബ്രാഞ്ചിൽ ഒതുങ്ങുന്ന ഒരു സൈസിൽ വന്നു. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പവർ ഡയറക്ടറിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കട്ട് ചെയ്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ആ ഒരു ഭാഗം, അതായത് ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നത് ക്രോമാ കീ എന്ന് പറയുന്ന ടൂള് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ക്രോമാ കീ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇപ്പം പറഞ്ഞത്. ഇനിയിപ്പം നമുക്കിത് സേവ് ചെയ്തെടുക്കാം. സേവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അറിയാമെങ്കിലോ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുള്ള, ക്ലാസ് എന്ന് പറയാനൊക്കത്തില്ല, ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊഡ്യൂസ് എടുക്കുക, അതിനുശേഷം നമുക്ക് ഫയൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് MP4 ആയിട്ട് മതി, കാരണം കുറഞ്ഞ സൈസ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് 17 MB സൈസിലേ വരത്തുള്ളൂ. ഇനി നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കറക്റ്റ് ആ ഒരു ഫോൾഡറിൽ തന്നെ പോയി കിടന്നോളും. ഗ്രീൻ സ്ക്രീൻ, ട്രയൽ. ഓക്കെ, ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ താഴെ ഇങ്ങനെ കൗണ്ട് കാണിക്കുന്നുണ്ട് എത്ര MB വരെ ആയിട്ടുണ്ട് എന്നുള്ളത്. .7 MB ഉള്ളൂ ഇതിൻ്റെ സൈസ്. ഇപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂവിൽ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഫയൽ എടുക്കുക, സേവ് ആസ് പ്രോജക്റ്റ് സേവ് ആസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എന്താണോ പേര് കൊടുത്ത് അത് തന്നെ കൊടുത്ത്
സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് കൂടെ സേവ് ആകും. കാരണം നമ്മൾ എപ്പോഴും സോഴ്സ് ഫയൽ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ടും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഴ്സ് ഫയലും കിടപ്പുണ്ട്. സോഴ്സ് ഫയൽ പിന്നെ നമ്മുടെ ഔട്ട്. ഞാൻ ഔട്ട് അതൊന്ന് ഇച്ചിരി വലിയ സ്ക്രീനിലൊന്ന് കണ്ടു നോക്കാം. നമ്മൾ വലിയ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമ്മുടെ ആ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു വൃത്തികേട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ട്രയൽ ചെയ്ത് എന്താ പറയുക ആനിമേറ്റ് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് ട്രയലൊന്നും ചെയ്ത് നോക്കിയില്ല. ആ വീഡിയോ ഡയറക്റ്റായിട്ട് തന്നെ ഇടും. അതാണ് നമ്മൾ ഗ്രീൻ സ്ക്രീനിന് ഉപയോഗിച്ച വീഡിയോ. ഇപ്പം ഈ വീഡിയോയിൽ പോസ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെയാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഈ ഭാഗത്ത് ഇവിടുത്തെ കളറും അതായത് ഈ ലൈറ്റ് വന്ന് അടിച്ചിട്ട് ഈ ഒരു എന്താ പറയുക കൂടയുടെ ആ ഒരു നിഴലിപ്പുറത്ത് വരുന്ന പോലെയാണ് ഈ പിക്ചർ ഈ വീഡിയോ അവർ അനിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ കളർ ഫേഡ്നെസ് ഇതിൽ കളയാൻ പറ്റാതെ വന്നത്. ഓക്കെ, അപ്പം അത് അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് ക്രോമാക്കിയാണ്. ക്രോമാക്കി യൂസ് ചെയ്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നത്. ഇതേ ഫെസിലിറ്റി തന്നെ മറ്റുള്ള സോഫ്റ്റ്വെയറുകളിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്കിപ്പം പവർ ഡയറക്ടർ കൊണ്ട് തന്നെ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രീൻ സ്ക്രീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ച അനിമേഷൻ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത സമയത്ത് ക്രോമാക്കി യൂസ് ചെയ്ത് കട്ട് ചെയ്ത സമയത്ത് ചെറിയൊരു പീസ് ഒബ്ജക്റ്റിന്റെ കൂടെ തന്നെ ഉണ്ട്. അത് സ്മൂത്ത് ചെയ്യുമ്പോഴേ മാറത്തുള്ളൂ. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ അഡോബ് പ്രീമിയറിന്റെ ക്ലാസ് ട്യൂട്ടോറിയൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ പറ്റിച്ചതല്ല. കാരണം അഡോബ് പ്രീമിയർ ഇടാനായിട്ടുള്ള സിസ്റ്റം റിക്വയർമെന്റ് എൻ്റെ ലാപ്ടോപ്പിൽ ഇല്ല. അതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടു പോകുന്നത്. താമസിക്കാതെ തന്നെ ആ വീഡിയോയും കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം ബൈ, ടേക്ക് കെയർ.